നമസ്കാരം സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കൊച്ചാലമ്മൂട് സ്റ്റാർ 11 ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ കൊച്ചാലമ്മൂട് ജംഗ്ഷനിൽ നടക്കുന്ന നോമ്പുതുറയിലേക്ക് നിങ്ങൾക്കേവർക്കും ഹാർദവമായി സ്വാഗതം. കൊച്ചാലമ്മൂട് സ്റ്റാർ 11 ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ചേക്കുന്ന ഇഫ്താർ സംഗമം ആണ് തത്സമയം സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് തത്സമയം ഞങ്ങൾ എത്തിക്കുന്നത്. എല്ലാ വർഷത്തെ ഈ പുണ്യമാസത്തിൽ സ്റ്റാർ 11 ഇതുപോലുള്ള മനോഹരമായ ഇഫ്താർ സംഗമം ഒരുക്കാറുണ്ട്. അത് ഈ വർഷവും വളരെ ഗംഭീരമായി തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ സവിശേഷ. സാറേ, ഫോട്ടോ എടുക്കാനാ? എന്നാ പിന്നെ ഈ മുഖമൊക്കെ ഇങ്ങോട്ട് എടുത്തോ, വെച്ചതോ. ഈ ഇഫ്താർ സംഗമത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത, ഒരു നാടൊരുമിക്കുന്ന, ഒരു നാട്ടിലെ എല്ലാ വിഭാഗത്തിൽപ്പെടുന്നവരെയും സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഇഫ്താർ സംഗമം. ആണ്ടുതോറും ഈ സ്റ്റാർ 11 സംഘടിപ്പിക്കുന്നത് അത്തരത്തിൽ തന്നെയാണ്. സ്റ്റാർ 11 ഒത്തിരി നിരവധി സാമൂഹ്യ പ്രതിബദ്ധത ഏറ്റെടുത്ത് അവർ അതിന് കൃത്യതയോടുകൂടി ഇടപെട്ട് ഈ നാടിന് ഏതൊരു വിഷയങ്ങളിലും ഒന്നിച്ച് നിന്നും ഒത്തൊരുമയോടെ നിൽക്കുന്ന ഒരു സംഘടനയാണ് സ്റ്റാർ 11. ഓരോ പ്രവർത്തകരും നിരവധി സഹായ സംഘങ്ങൾ, അതായത് ചികിത്സാ സഹായങ്ങൾ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ സ്റ്റാർ 11 വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ഏറ്റെടുത്ത് നടത്തുന്നു എന്നുള്ളത് തന്നെ ഈ നാട്ടിലെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ഇപ്പോൾ ഈ വർഷം എല്ലാ വർഷവും അവർ ഇത്തരം ഇഫ്താർ സംഗമം സംഘടിപ്പിക്കാറുണ്ട്. ഈ വർഷവും അതിൽ വളരെ ഗംഭീരമായിട്ടാണ് ആ സംഗമം അവരെ ഒരുക്കിയിരിക്കുന്നത്.
ഇനി നമുക്ക് ഈ ഇഫ്താർ സംഗമത്തെക്കുറിച്ചും ഈ പുണ്യമാസത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചുമൊക്കെ നമ്മൾ വിശദീകരിക്കുന്നതിന് വേണ്ടി ബഹുമാനീയനായ അധ്യാപകൻ കൂടിയായിട്ടുള്ള ശ്രീ ഈ സ്റ്റാർ 11 മുൻകാല ഭാരവാഹിയൊക്കെ ആയിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട ജിഷാദ് സാറിനെ ക്ഷണിക്കുന്നു. നമസ്കാരം സാർ. നമസ്കാരം. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ ഇഫ്താർ സംഗമത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കും. വർഷങ്ങളായി നമ്മൾ സ്റ്റാർ 11 ഈ പ്രദേശത്തെ ആബാലവൃദ്ധം ജനതയെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്നതാണ് ഇഫ്താർ സംഗമങ്ങൾ. അഭൂതപൂർവമായ ജനപങ്കാളിത്തം കൊണ്ട് എല്ലാ തവണയും ഈ നാടിന്റെ മത സാഹോദര്യത്തെയും ഈ നാടിന്റെ ഐക്യത്തെയും സ്നേഹത്തെയും ബന്ധത്തെയും ഒക്കെ നമ്മുടെ ഇഫ്താർ സംഗമങ്ങൾ. പ്രത്യേകിച്ചും കേരളത്തിന്റെ സവിശേഷമായ പുതിയ കാലഘട്ടത്തിൽ യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ മത ജാതി ചിന്തകളും വിഭാഗീയതകളും നമ്മുടെ ഒന്നും മനസ്സിലില്ല എന്നൊരിക്കൽ കൂടി ഉറപ്പിക്കുന്ന തരത്തിലുള്ള കൂട്ടായ്മകളാണ് സ്റ്റാർ 11 ഇഫ്താർ സംഗമങ്ങൾ. ഇത്തവണയും വലിയ തരത്തിലുള്ള ജനപങ്കാളിത്തവും കൂട്ടായ്മയും ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിരവധി മനുഷ്യർ, കുട്ടികളും മുതിർന്നവരും വൃദ്ധരും അടക്കം സ്ത്രീകളും അടക്കമുള്ളവർ ഇവിടെ ഒരുമിച്ച് ചേരുകയും ഈ പുണ്യമാസത്തിന്റെ സന്ദേശം പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് വളരെ സന്തോഷകരമായ. നന്ദി, നമസ്കാരം. നമുക്ക് ഈ സംഗമത്തിൻ്റെ തത്സമയ വിവരങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നത് അധ്യാപകൻ കൂടിയായിട്ടാണ്. മുൻകാല സ്റ്റാർ 11 ഭാരവാഹിയൊക്കെ ആയിരുന്ന ഈ ഇളമ്പഴന്നൂരിൻ്റെ സാംസ്കാരിക മണ്ഡലങ്ങളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന നിറസാന്നിധ്യം വഹിക്കുന്ന ശ്രീ ഇഷാദ് സാറാണ് ഇപ്പോൾ സംഗമത്തെക്കുറിച്ച് നമ്മളോട് പങ്കുവച്ചത്. ഇല്ല, അവിടെ പറയാനുള്ള ആൾക്കാർ വേറെ സുധീഷ് കൊണ്ട് അപ്പോൾ ഇരുന്നാണ്ട കൂടില്ല. വൈറ്റ് വന്നൂടെ? പിന്നെ അല്ല, സമയമില്ല. ഇത് നമ്മുടെ ഒരുപാട് കഴിഞ്ഞാൽ ആരാണ് നിലവിൽ ആരുമല്ല, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം മാത്രമാണ്. ഇപ്പോൾ സ്റ്റാർ 11 ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ ഇഫ്താർ സംഗമത്തെക്കുറിച്ച് സ്റ്റാർ 11 മുൻ സെക്രട്ടറിയും ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് അംഗവുമായ ശ്രീ സുധീഷ് അവറുകൾ സാക്ഷി ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ചേരുകയാണ്. നമസ്കാരം. നമ്മുടെ ഇപ്പോഴത്തെ ഈ സംഗമത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് നൽകാമോ? രൂപീകരിച്ച് ഇപ്പോഴും 26 വർഷത്തോളമായി ഈ പ്രദേശത്ത് നാടിൻ്റെ നാനാ പരിപാടികളും കലാകായിക മേഖലകളിലും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും സജീവമായി നിൽക്കുന്ന ഒരു ക്ലബ്ബാണ്. ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ ഇഫ്താർ സംഗമം തന്നെ വർഷങ്ങളായിട്ട് നടന്നു വരികയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷവും ഇഫ്താർ സംഗമം നടത്തുകയാണ്. ഈ ഇഫ്താർ സംഗമത്തിൽ വളരെ ജനപങ്കാളിത്തവും നാടിൻ്റെ എല്ലാ വിഭാഗം ജനങ്ങളും ഉൾക്കൊള്ളുന്ന മതമൈത്രി വിളിച്ചോകുന്ന തരത്തിലുള്ള ഈ ഘട്ടകാലം വളരെ അനിവാര്യമായിരിക്കുന്ന ഒരു സംഗതി കൂടിയായിട്ടാണ് ഇനിയും വിവിധങ്ങളായ പരിപാടികൾ നമ്മൾ നടത്തുമെന്ന് ആഗ്രഹിക്കുന്നു.
ഇഫ്താർ സംഘവും ഇതോടനുബന്ധിച്ച് പങ്കെടുത്താൽ എല്ലാവർക്കും ക്ലബിൻ്റെ ഭാരവാഹി എന്നുള്ള നിലയിൽ ഞാൻ അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു, നന്ദി അറിയിക്കുകയാണ്. ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും ചെയ്യും. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇപ്പോൾ ഈ സംഗമത്തെക്കുറിച്ച് വിശദീകരിച്ചത് ക്ലബ് സ്റ്റാർ 11 മുൻ സെക്രട്ടറിയും ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ ശ്രീ റമ്മനൂർ സുധീഷ് അവരുകളാണ്. വളരെ ജനപങ്കാളിത്തം എന്ന് അദ്ദേഹം പറഞ്ഞതിൽ യാതൊരു ഒന്നും പറയാനില്ല. വളരെ കുട്ടികളടക്കം വൃദ്ധരടക്കം സ്ത്രീജനങ്ങളടക്കം അങ്ങനെ വിവിധ മേഖലകളിൽ ഉള്ള നിരവധി ആൾക്കാർ പങ്കെടുക്കുന്ന വളരെ വലിയൊരു സംഗമം തന്നെയാണ്, ഇഫ്താർ സംഗമം തന്നെയാണ് സ്റ്റാറുകൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി, വർഷങ്ങളായി സ്റ്റാർ 11 ഈ ഇഫ്താർ സംഗമം ഇതേ രൂപത്തിൽ ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ ഈ പ്രദേശത്തെ മുഴുവൻ പ്രദേശവാസികളെയും ചേർത്തിണക്കിക്കൊണ്ടാണ് ഇഫ്താർ സംഗമം അവർ സംഘടിപ്പിക്കുക. പറയുന്നു അവരോടൊപ്പം ഇപ്പോൾ ചേരുന്നത് ശ്രീ അശോകൻ സാറാണ്. അദ്ദേഹം ചടയമംഗലത്തിൻ്റെ അല്ലെങ്കിൽ റമ്പഴന്നൂരിൻ്റെ സാംസ്കാരിക രംഗത്ത് നിരവധി സംഭാവനകൾ നൽകിയിട്ടുള്ള അദ്ദേഹമാണ്. അദ്ദേഹം ഈ പ്രദേശങ്ങളിലൊക്കെ എന്ത് സാമൂഹിക വിഷയങ്ങൾ ഉണ്ടായാലും അതിൽ ഇടപെടുകയും അതിൽ സഹകരിച്ചുകൊണ്ട് നാടിനൊരു മാതൃകയാകുന്ന ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് അശോകൻ സാറ് ഇപ്പോൾ ഈ ഇഫ്താർ സംഗമത്തെക്കുറിച്ച് വിശദീകരിക്കും. ഇഫ്താർ സംഗമം ഇതൊന്ന് സ്റ്റാർ 11 സംഘടിപ്പിച്ചിരിക്കുന്ന ഇഫ്താർ സംഗമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു പ്രദേശത്തിൻ്റെ ആകെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ കൂട്ടായ്മയുടെയും അതുപോലെ മതസൗഹാർദ്ദത്തിൻ്റെയും പ്രതീകമായിട്ടാണ് ഈ ഇഫ്താർ സംഗമം ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കേവലം പട്ടിണി കിടക്കുക മാത്രമല്ല, മനുഷ്യൻ്റെ സഹനത്തിൻ്റെയും ക്ഷമയുടെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രധാന ചടങ്ങാണ് തീർച്ചയായിട്ടും ഈ നോമ്പ് അനുഷ്ഠാനം എന്ന് പറയുന്നത്. നമ്മുടെ കാര്യം മാത്രമല്ല, നമ്മുടെ സഹജീവികളെ കൂടി ചേർത്ത് പിടിക്കുകയും അവർക്കൊപ്പം നടക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രതീകമാണ് ഈ ഇഫ്താർ സംഗമത്തിലൂടെയും അതുപോലെ നോമ്പ് തുറയിലൂടെയും നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും വർഷങ്ങളായിട്ട് ഈ പ്രദേശത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സ്റ്റാർ 11 നടത്തിവരുന്ന ഒരു മഹത് സംരംഭമാണ് ഇഫ്താർ സംഗമം എന്ന് പറയുന്നത്. ഇവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒരു വേർതിരിവുമില്ലാതെ എൻ്റെ സഹോദരനാണ്, എൻ്റെ സഹോദരിയാണ്, എൻ്റെ കൂട്ടുകാരനാണ്, വീട്ടുകാരനാണെന്നുള്ള ആ ഒരൊറ്റ കാഴ്ചപ്പാടോടുകൂടി മാത്രമേ ഈ ഇഫ്താർ സംഗമം ഇവിടെ നടത്താറുള്ളൂ. ഇവിടെ നാനാജാതി മത്സരം യാതൊരു വേർതിരിവുമില്ലാതെ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും അത് സന്തോഷപൂർവ്വം ഈ ചടങ്ങിനെ കാണുകയും ചെയ്യും. തീർച്ചയായിട്ടും ഈ സംഘടിപ്പിച്ച ഇളമ്പഴന്നൂർ പ്രദേശത്തെ, പ്രത്യേകിച്ച് കൊച്ചാലമ്മൂട് സ്റ്റാർ 11 എല്ലാ പ്രവർത്തകരെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. നന്ദി, നമസ്കാരം. റമ്പഴന്നൂർ കൊച്ചാലമ്മൂട് സ്റ്റാർ 11 ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ചേക്കുന്ന ഇഫ്താർ സംഗമത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് സാക്ഷിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ തത്സമയം എത്തിക്കുന്നത്. ബഹുമാനീയനായ ശ്രീ അശോക് സാർ പറഞ്ഞതുപോലെ ജാതി മത ചിന്തകൾക്കതീതമായി ഈ ഒരു സമൂഹത്തെ മൊത്തവും കൂട്ടിയിറക്കി എല്ലാവരെയും അവരെ പോയി കണ്ട് ക്ഷണിച്ച് അവരെ ഈ സംഗമത്തിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളത് ഇതിൻ്റെ ഭാരവാഹികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർത്തവ്യമാണ്. പലപ്പോഴും അവർ പല കാര്യങ്ങളിലും ഇതുപോലുള്ള പല കാര്യങ്ങളും ഈ പ്രദേശത്തെ പല വിഷയങ്ങളിലും അവർ സാമൂഹികമായി എടുക്കുന്ന ചില തീരുമാനങ്ങൾ ഈ നാടിന് വളരെ ഗുണകരമായിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി പോകുന്ന ഒരു നല്ല ചെറുപ്പക്കാരുടെ കൂട്ടായ്മയാണ് സ്റ്റാർ 11 ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറയുന്നത്.
അടുത്തത് ഒന്ന് പ്രദർശനമേ ഇറച്ചി 10 പറ്റേ അല്ല അങ്ങോട്ടല്ല വെച്ച് ആവക്കും സ്റ്റാർ വിഷൻ സംഘടിപ്പിച്ച ഈ ഇഫ്താർ സംഗമത്തിന്റെ തത്സമയ ദൃശ്യം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജാതിമത ചിന്തകൾക്കതീതമായി നാടിലെ എല്ലാ മനുഷ്യരെയും സഹോദരങ്ങളായി സ്നേഹിച്ചുകൊണ്ട് ഒരു നാടിൻ്റെ അഭിവൃദ്ധിക്കായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ സംഘടനയാണ് സ്റ്റാർ 11. ഇത് സംഘടിപ്പിക്കാൻ ഇതുപോലുള്ള വിവിധ പരിപാടികളാണ് അവർ സംഘടിപ്പിക്കുന്നത്. അതിൽ ഒരു ഭാഗമാണ് ഈ ഇഫ്താർ സംഗമവും. ഈ സംഗമം സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകർക്ക്, അതുപോലെ ഇതിന് ഒത്തിരി വ്യക്തിത്വങ്ങൾ ഇതിന് അവരോടൊപ്പം സഹകരിക്കുന്നുണ്ട്. അവർക്കും സാക്ഷി ടിവിയുടെ എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ തത്സമയ സംരക്ഷണം ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. നന്ദി, നമസ്കാരം. ഞാൻ പോണം.